ChatGPT അവരുടെ പുതിയ ഫീച്ചറായിട്ടുള്ള ChatGPT സെർച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ChatGPTക്ക് വെബ് ആക്സസ് ചെയ്തിട്ട് നമുക്ക് കുറച്ചും കൂടിയും അക്യുറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് തരാനായിട്ട് പറ്റും. നേരത്തെ നമ്മൾ ChatGPT യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഒരു 2023 ഒക്ടോബർ വരെയുള്ള ഡേറ്റാസൊക്കെ വെച്ചാണ് ChatGPTനെ ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കുന്ന സമയത്ത് ആ സമയത്തുള്ള ഡേറ്റ വെച്ചിട്ടുള്ള ആൻസേഴ്സ് ആയിരുന്നു ChatGPT തന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ChatGPT സെർച്ച് വന്നതോടെ നമ്മൾ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്യുന്നത് പോലെ തന്നെ ലൈവായിട്ടുള്ള കാര്യങ്ങൾ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് തരാനായിട്ട് ChatGPTനെ കൊണ്ട് കഴിയും. പെർപ്ലെക്സിറ്റി ഒക്കെ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. അതുപോലത്തെ തന്നെ ഒരു ഫീച്ചറാണ് ഇപ്പോൾ ChatGPTയുടെ ഉള്ളിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ChatGPT സെർച്ച് ഇപ്പോൾ ChatGPT പ്ലസ് ആൻഡ് ടീം യൂസേഴ്സിന് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. ഫ്രീ യൂസേഴ്സിന് കമ്മിങ് മന്ത്സിൽ അവർ അവൈലബിൾ ആക്കും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഫ്രീ യൂസേഴ്സിന് അവൈലബിൾ അല്ല. അപ്പോൾ ഇനി എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് chatgpt.comലേക്ക് പോവാം. ഇവിടെ നമ്മൾ പ്രോംപ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് ഇവിടെ ഇപ്പോൾ ഒരു ഐക്കൺ കാണാൻ പറ്റും, സെർച്ച് ദ വെബ് എന്ന് പറയുന്നത്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത് ആക്റ്റീവ് ആവും. ഇത് ആക്റ്റീവ് ആകുമ്പോൾ ഇവിടെ നമുക്കൊരു ബ്ലൂ ഒരു കളർ ചേഞ്ച് ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലെ കുറച്ച് ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്സ് ഇവിടെ നമുക്ക് കാണിക്കുന്നുണ്ടാവും. ഗൂഗിൾ സെർച്ച് ചെയ്യുന്ന പോലെ തന്നെ നമുക്കിവിടെ ഇനി സെർച്ച് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് തന്നെ വെദർ ഇൻ തൃശ്ശൂർ എന്നുള്ളത് സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് തൃശ്ശൂരിലെ വെദർ തന്നിട്ടുണ്ട്. അതുപോലെ അവർ ഏത് ലിങ്കിൽ നിന്നാണ് അല്ലെങ്കിൽ ഏത് വെബ് സോഴ്സിൽ നിന്നാണ് അത് എടുത്തിരിക്കുന്നതെന്നും ഇപ്പോൾ നമുക്കിവിടെ മെൻഷൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ സോഴ്സസ് ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഡേറ്റ അല്ലെങ്കിൽ ഈ ഒരു ഇൻഫർമേഷൻ കൺസോളിഡേറ്റ് ചെയ്ത് നമുക്ക് തരാൻ വേണ്ടിയിട്ട് ChatGPT യൂസ് ചെയ്തിട്ടുള്ള എല്ലാ സോഴ്സസും ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു ടാബിലായിട്ട് ആ ഒരു വെബ് ലിങ്ക് ഓപ്പൺ ആവുന്നുമുണ്ട്. അങ്ങനെയുള്ള എല്ലാ റിസോഴ്സസും നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗിവ് മീ സം റെസ്റ്റോറൻറ്റ്സ് നിയർ ഇൻഫോ പാർക്ക് കൊരട്ടി. അപ്പോൾ നമുക്കിവിടെ മാപ്പ് ഓപ്പൺ ആയിട്ടാണ് അതൊക്കെ കാണിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുന്ന പോലെ തന്നെ അതുപോലെ അവിടെയുള്ള ആ ഇൻഫോ പാർക്ക് കൊരട്ടിൽ നിയറായിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളെല്ലാം ഓരോന്നായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ അത് ഓപ്പൺ ആണോ ക്ലോസ്ഡ് ആണോ എന്നുള്ളതൊക്കെ നമുക്കിവിടെ അവർ കാണിച്ചു തരുന്നുണ്ട്. ഹോട്ടൽ ആര്യാസ്, ഇന്ത്യൻ കോഫി ഹൗസ്, ഇതൊക്കെ കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ ഏതൊക്കെ റിസോഴ്സസ് നിന്നാണ് ഇതെല്ലാം എടുത്തതെന്നുള്ളതും നമുക്കിവിടെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്ഷൻസും ഗൂഗിൾ മാപ്സിൽ ഓപ്പൺ ആയിട്ട് വരികയും ചെയ്യുന്നുണ്ട്. നമുക്ക് കുറച്ച് സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻസ് ഒന്ന് ചോദിച്ചു നോക്കാം. അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണോ എന്ന്. വാട്ട് ഈസ് ദ സ്റ്റോക്ക് റേറ്റ് ഓഫ് റിലയൻസ്? അപ്പോൾ കറക്റ്റായിട്ടുള്ള ഒക്ടോബർ 31, 2024 റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിൻ്റെ NSE സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ റേറ്റ് ഇവിടെ ഇവർ കറക്റ്റായിട്ട് നമുക്കപ്പോൾ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പാസ്റ്റ് 52 വീക്സ് എന്തായിരുന്നു റിലയൻസിൻ്റെ ഒരു സ്റ്റോക്കിൻ്റെ റേഞ്ചും അവർ തന്നിട്ടുണ്ട്. ഏത് സോഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നതെന്നാണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത്. എക്കണോമിക് ടൈംസിൽ നിന്നാണ് ഈ ഡേറ്റ നമുക്ക് ChatGPT ഫെച്ച് ചെയ്തിട്ട് തന്നിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ക്യാൻ യു ഗിവ് മീ എ കമ്പാരിസൺ ഓഫ് iPhone 16 ആൻഡ് iPhone 16 Pro?
അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെയും ഡിസൈൻ ആൻഡ് ബിൽഡിൽ വന്നിരിക്കുന്ന വ്യത്യാസങ്ങൾ എന്താണ്, ഏത് സോഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. ഡിസ്പ്ലേക്ക് വരുന്ന വ്യത്യാസങ്ങൾ, പെർഫോമൻസ്, ഓരോന്നിൻ്റെയും എന്തൊക്കെയാണ് ഡിഫറൻസ് എന്നുള്ളത് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് നമുക്ക് അതിൻ്റെ പ്രൈസിങ്ങിലുള്ള ഡിഫറൻസും തന്നിട്ടുണ്ട്. അതുപോലെ ഒരു കൺക്ലൂഷൻ ഈ ഒരു ഡേറ്റയിൽ നിന്നും എന്താണോ ChatGPT കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത് അതൊരു കൺക്ലൂഷനായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ സോഴ്സസ് ക്ലിക്ക് ചെയ്താൽ നേരത്തെ കാണിച്ച പോലെ തന്നെ ഇവർ ഈ ഡേറ്റ ഫെച്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ റിസൾട്ട്സും നമുക്കിവിടെ കാണിക്കുന്നുമുണ്ട്. ക്യാൻ യു ഗിവ് ദ ഡേറ്റ ഇൻ എ ടേബിൾ ഫോർമാറ്റ്. ആ ഡേറ്റ ഒരു ടേബിൾ ഫോർമാറ്റിലാക്കി തരാൻ പറഞ്ഞപ്പോൾ നമുക്ക് കറക്റ്റ് ടേബിൾ ഫോർമാറ്റിലാക്കി തരുകയും ചെയ്തിട്ടുണ്ട്. റിയൽ ടൈം ഡേറ്റ യൂസ് ചെയ്തിട്ട് ചെയ്യേണ്ട പല കാര്യങ്ങൾക്കും അപ്പോൾ ഈ ChatGPTയുടെ സെർച്ച് ഫീച്ചർ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ കണ്ടതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഡേറ്റ അനാലിസിസിൻ്റെയും അല്ലെങ്കിൽ പ്രഡിക്ഷൻസിൻ്റെയും കാര്യങ്ങൾക്ക് അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ കോഡിങ് ചെയ്യുന്നവർക്കാണെങ്കിൽ നമ്മൾ ഒരു ഫങ്ഷനാലിറ്റി റൈറ്റ് ചെയ്യാനായിട്ട് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഡോക്യുമെൻറ്റേഷൻ നേരത്തെ ChatGPTയുടെ ഉള്ള ഡേറ്റ വെച്ചിട്ടായിരിക്കും നമുക്ക് കോഡ് റൈറ്റ് ചെയ്ത് തന്നിട്ടുണ്ടാവുക. ഇപ്പോൾ അതിലെന്തെങ്കിലും അപ്ഡേറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും API ഒക്കെ വെച്ചിട്ട് ചെയ്യാൻ പറയുന്ന കാര്യങ്ങളാണെങ്കിൽ ആ APIയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഡിപ്ലിക്കേറ്റ് ആയി പോയിട്ടുണ്ടെങ്കിലോ അതിൽ അപ്ഡേഷൻസ് വന്നിട്ടുണ്ടെങ്കിലോ അത് ChatGPTയുടെ പഴയ ഡേറ്റയിൽ ഉണ്ടാവില്ല. അത് വെച്ചിട്ട് കോഡ് റൈറ്റ് ചെയ്ത് തരുമ്പം അതിന് നമുക്ക് ഇഷ്യൂസ് ഉണ്ടാവാറുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ഈ സെർച്ച് ഫീച്ചർ വന്നോടെ ആ ഒരു ഡോക്യുമെൻറ്റേഷൻ ആക്സസ് ചെയ്തിട്ട് അത് വെച്ചിട്ട് തന്നെ നമുക്ക് കോഡ് റൈറ്റ് ചെയ്ത് തരാനായിട്ടൊക്കെ ഇനിയിപ്പോൾ ChatGPTക്ക് പറ്റും. അതൊക്കെയാണ് ഡിഫറെൻറ്റ് യൂസ് കേസസ് വരുന്നത്. അപ്പോൾ ഇതാണ് ChatGPT സെർച്ച് എന്ന് പറയുന്ന ഫീച്ചർ. നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, നമ്മുടെ ഗൂഗിൾ സെർച്ചിനെ ChatGPT സെർച്ച് റീപ്ലേസ് ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ തോട്ട്സ് എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള AI അപ്ഡേറ്റ്സിന് വേണ്ടി മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.